തെക്കൻ കേരളത്തിലെ കൊച്ചു പൊന്നാനി എന്ന പേരിൽ വിശ്രുതമായ നാടാണ് കണിയാപുരം. കണിയാപുരത്തിന് ആത്മീയ മേഖലയിൽ അല്ലെങ്കിൽ വൈജ്ഞാനിക മേഖലയിൽ പടുത്തുയർത്തിയ ഇവിടുത്തെ വിശ്രുതനായ ഒരു സൂഫി വര്യനാണ് കണിയാപുരം അബ്ദുൾ റസാഖ് വലിയുള്ളാഹി. കണിയാപുരം അബ്ദുൾ റസാഖ് വലിയുള്ളാഹിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ കണിയാപുരം മസ്ജിദ് ഷരീഫിന് മുന്നിലാണുള്ളത്. വലിയുള്ളാഹി കണിയാപുരം അബ്ദുൾ റസാഖ് അവർകൾ മഹാനവറുകളുടെ 90 വർഷത്തെ സമസ്ത ചലനങ്ങൾക്കും സാക്ഷിയായിട്ടുള്ളതും തങ്ങളുടെ തൃക്കരങ്ങളാൽ സ്ഥാപിതമാകുകയും ചെയ്തിട്ടുള്ള കണിയാപുരം മക്കാം ഷെരീഫ് എന്ന ആസ്ഥാന കേന്ദ്രത്തിലായാണ് മഹാനവറുകളുടെ 56ാമത് ഉറൂസ് ആണ്ട് നേർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ജനുവരി 1 മുതൽ 4 വരെയാണ് ഉറൂസ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഷെയ്ഖുനയുടെ സീമന്തപുത്രിയായ വലിയത്ത് ഭീമ ബീവി ഉമ്മയുടെ ഖബറും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലഘട്ടത്തിൽ കണിയാപുരത്തിന്റെ ആത്മീയ രംഗത്ത് ഇതിഹാസ നായകനായി ജ്വലിച്ചു നിന്ന സമകാലിക പണ്ഡിത ലോകവും മുൻഗാമികളായ പണ്ഡിത കേസരികളും വരെ ഒരുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ആത്മീയ രത്നം കൂടിയാണ് കുത്തുബ് സമാൻ ഷെയ്ഖ് കണിയാപുരം അബ്ദുൾ റസാഖ് വലിയുള്ളാഹി. തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരം എന്ന പ്രാന്തപ്രദേശം ആത്മീയ ഭൂപടത്തിലേക്ക് ഉയർന്നത് ഷെയ്ഖുന അബ്ദുൾ റസാഖ് വലിയുള്ളാഹിയുടെ ജന്മം കൊണ്ടാണ്. അതുപോലെ മഹാനവറുകൾ ദീനി പ്രചരണത്തിനായി ലോകത്തിന്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുകയും ദറസ് നടത്തുകയും അതുപോലെ വിവിധങ്ങളായ പള്ളികൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ദക്ഷിണ കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ തന്നെ ആത്മജ്ഞാനികളുടെ ഉള്ളിലെ മുടിചൂടാമണനായാണ് കണിയാപുരം അബ്ദുൾ റസാഖ് വലിയുള്ളാഹി ഇന്നും തിളങ്ങി നിൽക്കുന്നതും. ജനുവരി 1 വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് മക്ബറ സിയാറത്തോടു കൂടി, അതായത് കണിയാപുരം അബ്ദുൾ റസാഖ് വലിയുള്ളാഹി തങ്ങളുടെ പിതാവായ വലിയുള്ളാഹി മുഹമ്മദ് കുഞ്ഞിരപ്പ അവர்களுടെ മക്ബറ സ്ഥിതി ചെയ്യുന്ന കടിഞ്ഞംകുളത്തെ മുണ്ടൻചിറ ജുമാ മസ്ജിദിൽ നിന്നും ആരംഭിച്ച് കണിയാപുരം അബ്ദുൾ റസാഖ് വലിയുള്ളാഹിയുടെ ആസ്ഥാന കേന്ദ്രവും മസ്ജിദ് ഷരീഫുമായ, അതായത് സീമന്തപുത്രി വലിയത്ത് ഭീമാ ബീവി അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മസ്ജിദ് ഷരീഫിൽ, കണിയാപുരത്തെ മസ്താൻമുക്കിലെ ഈ മസ്ജിദ് ഷരീഫിൽ എത്തിച്ചേർന്നതോടു കൂടിയാണ് ഉറൂസിന് തുടക്കം കുറിച്ചത്. വിവിധങ്ങളായ പരിപാടികളാണ് ഇക്കുറി ഉറൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കണിയാപുരം നിവാസികളുടെ ആത്മീയ നായകനായി ഇന്നും ആത്മീയ ലോകത്തിൽ പരിലസിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഉറൂസിന്റെ 4ാം ദിവസം, അതായത് ഞായറാഴ്ച, ആയിരങ്ങൾ പങ്കെടുക്കുന്ന തബറുക്ക് വിതരണം അഥവാ അന്നദാനത്തോടു കൂടിയാണ് ഉറൂസിന് പരിസമാപനം കുറിക്കുന്നത്. കൂടുതൽ ഉറൂസിന്റെ വിശേഷങ്ങളിലേക്കും ക്യാമറ കാഴ്ചകളിലേക്കുമായി പോകാം. മന്നവനിൽ മധുവായവരെ, കണിയാപുരത്ത് ജനിച്ചവരെ, ഒത്തുമായി തിളങ്ങോരെ അബ്ദുൾ റസാഖ് ഹസ്ബി റബ്ബി ജല്ല മാഫി ഖൽബി മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരിഫു ഷാഹി വലിയുള്ളാഹ് ഐനുൽ കൽമണി നൂറുല്ലാഹ് ആരിഫു ഷാഹി വലിയുള്ളാഹ് ഐനുൽ കൽമണി നൂറുല്ലാഹ് അബ്ദുൾ റസാഖ് വലിയുള്ളാഹ് അബ്ദുൾ റസാഖ് വലിയുള്ളാഹ് അബ്ദുൾ റസാഖ് വലിയുള്ളാഹ് കാത്തിടണം യാ ശൈഖല്ലാഹ്. തിരുവിതാംകൂറിന്റെ തിലകക്കുറിയായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഔലിയാക്കളുടെ കൂട്ടത്തിൽ തിളങ്ങി നിൽക്കുന്ന മുടിചൂടാ മന്നനായ കണിയാപുരം അബ്ദുൾ റസാഖ് വലിയുള്ളാഹി. ബഹുമാനപ്പെട്ടവർ ജനിച്ചു വളർന്ന നാട്ടിലാണ് ഇപ്പോഴുള്ളത്. അവിടുത്തെ പ്രിയപുത്രി ഭീമ ഉന്നിച്ച റളിയല്ലാഹു അൻഹ അവിടുന്ന് ഹയാത്ത് കാലത്ത് നിർമ്മിച്ച മഹ്ലറയുമാണ് ഇവിടെ ഉള്ളത്. ബഹുമാനപ്പെട്ടവരുടെ സംഭവബഹുലമായ ജീവിതത്തെ അനുസ്മരിക്കുന്ന 56ാമത് ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് നടന്നു വരുന്ന പരിപാടികളുടെ ആരംഭ ദിവസമാണ്. കേരളത്തിൻ്റെ വൈജ്ഞാനിക നഭോമണ്ഡലത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത തരത്തിൽ വലിയ സംഭാവനകൾ നൽകിയ മഹാനാണ് കണിയാപുരം അബ്ദുൾ റസാഖ് വലിയുള്ളാഹി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്ന് മാത്രമല്ല, ഇന്ത്യക്കകത്തും അജ്മീർ, കർബല, ഇന്ത്യക്ക് പുറത്ത് അഫ്ഗാനിസ്ഥാന്, ഇറാന് തുടങ്ങി
നിരവധി നാടുകളിൽ കാൽനടയായിട്ടും അല്ലാതെയും സഞ്ചരിച്ച് ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കുകയും പട്ടിണി മാറ്റി കൊടുക്കുകയും ചെയ്ത വലിയ മഹാനാണ് കണിയാപുരം അബ്ദുർ റസാഖ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ബഹുമാനപ്പെട്ടവരെ, പാടൂര്, തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്ത് പാടൂര് മൗലിദ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മൗലിദിനുണ്ടാക്കിയ ഭക്ഷണത്തിൽ ബഹുമാനപ്പെട്ടവര് മണ്ണ് വാരിയിട്ടു. അത് കണ്ടിട്ട് ബഹുമാനപ്പെട്ടവരെ ഒരാള് കുറ്റം പറഞ്ഞു. ആ കുറ്റം പറഞ്ഞ ആള് ആ ഭക്ഷണം കഴിച്ചപ്പോൾ മുഴുവനും മണ്ണായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ആ ഭക്ഷണം കഴിച്ചപ്പോൾ അതിൽ ഒരു തരി മണ്ണ് പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ചരിത്രം വിശാലമാണ്. ബഹുമാനപ്പെട്ടവർ നിസാരപ്പെട്ട ആളൊന്നുമല്ലായിരുന്നു. മാഹിറൻ ഫിൽ വകാന ആലിമൻ മാഹിറൻ ഫിൽ ലുഗാത്തിൽ അറബിയ്യ വൽ ഇൻജീസിയ്യ വൽ ഉർദവിയ്യ വഗൈരിഹാ മിൻ ലുഗാത്തിൽ ഹിന്ദി വഖാരിജി. ബഹുമാനപ്പെട്ടവർക്ക് ഇംഗ്ലീഷിൽ പരിജ്ഞാനമുണ്ടായിരുന്നു, ഉറുദുവിൽ പരിജ്ഞാനമുണ്ടായിരുന്നു. വലിയ മാഹിറായിരുന്നു, പരിജ്ഞാനിയായിരുന്നു. അറബിയിൽ ഭാഷയിൽ, അറബി ഭാഷയിൽ വലിയ പരിജ്ഞാനമുടയവരായിരുന്നു. മാത്രവുമല്ല ഹിന്ദി വഖാരിജി, ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ഏതൊക്കെ ഭാഷകളുണ്ടോ ആ ഭാഷകളിലൊക്കെ ബഹുമാനപ്പെട്ടവർക്ക് പരിജ്ഞാനമുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട കണിയാപുരം അബ്ദുർ റസാഖ് വലിയുല്ലാഹിയുടെ ജന്മനാടായ അവിടുത്തെ വലിയ മഹത്വം വിളിച്ചോതുന്ന പരിശുദ്ധമാക്കപ്പെട്ട കണിയാപുരം മഖാം ഷരീഫിലാണ് ബഹുമാനപ്പെട്ടവരുടെ മകൾ വലിയത്ത് ഭീമാ ബീവി റളിയല്ലാഹു അൻഹ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ 56ാമത് ആണ്ട നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നിപ്പോൾ ഇവിടെ കണിയാപുരം മൗലിദിന് ആരംഭം കുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ ഉറൂസ് മുബാറക്ക് തുടങ്ങിയിരിക്കുകയാണ്. കുത്തുബുസ്സമാൻ ഷെയ്ഖ് കണിയാപുരം അബ്ദുർ റസാഖ് വലിയുല്ലാഹി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ 56ാമത് ഉറൂസ് തങ്ങളുടെ ജന്മസ്ഥലമായ കണിയാപുരം മസ്താൻമുക്ക് ജംഗ്ഷനിൽ തങ്ങൾ ജനിച്ചു വളർന്ന ഈ പുണ്യഭൂമിയിൽ തങ്ങളുടെ പേരിലുള്ള കണിയാപുരം അബ്ദുർ റസാഖ് തങ്ങൾ ഫൗണ്ടേഷൻ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോട് കൂടി ജനുവരി 1 മുതൽ ജനുവരി 4 വരെ വിവിധ പരിപാടികളോടുകൂടി നടക്കുകയാണ്. ആ പരിപാടികളിൽ എല്ലാവരും പങ്കെടുക്കണം. ജനുവരി 4 11 മണിക്ക് കൊടിയേറ്റ് നടക്കും. അതിന് നേതൃത്വം കൊടുക്കുന്ന ഹാഷിം മുഹമ്മദ് റസാഖിയാണ്. തുടർന്ന് ദുആ മജ്ലിസ് ഉണ്ടായിരിക്കുന്ന ദുആ മജ്ലിസിൽ നേതൃത്വം കൊടുക്കുന്ന സയ്യിദ് നിജുമുദ്ദീൻ പൂക്കോയ തങ്ങൾ അൽ യമാനി അൽ ഹൈദ്രോസി നാദാപുരം തൊട്ടിൽപാലം ചെറുമുത്ത് മുജുമ മസ്ജിദ് ഖാദി അവർകളാണ്. ആ ദുആയിൽ എല്ലാവരും പങ്കെടുക്കുകയും എല്ലാവരുടെയും ഹാജത്തുകൾ ഉസ്താദിനെ അറിയിച്ചുകൊണ്ട് ആ ദുആയിൽ പങ്കെടുത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യിപ്പിക്കേണ്ടതാണ്. സജീർ ഹാൽ, തലസ്ഥാന വാർത്തകൾ, കണിയാപുരം. അറ്റ്ലസ് ജുവലേഴ്സ്, KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം, കണിയാപുരം. മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ BIS 916 ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളും 925 സിൽവർ ആഭരണങ്ങളും സമന്വയിപ്പിച്ചിട്ടുള്ള കണിയാപുരത്തിന്റെ സ്വർണ്ണ കേദാരം. കഴിഞ്ഞ 20 കൊല്ലമായിട്ട് അറ്റ്ലസ് ജുവലേഴ്സ് കണിയാപുരത്ത് പ്രവർത്തിച്ചു വരുന്ന കാര്യം എല്ലാവർക്കും അറിയാലോ. ഗോൾഡ് റേറ്റ് ഇപ്പം ഉയർന്നെടുക്കുന്ന സാഹചര്യമല്ലേ. അപ്പം നമ്മുടെ അറ്റ്ലസ് ജുവലേഴ്സിൽ ഏറ്റവും കുറഞ്ഞ ലോ മേക്കിംഗ് ചാർജിലാണ് നമ്മളിപ്പോൾ എല്ലാ ഐറ്റംസും കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലൈറ്റ് വെയ്റ്റിന്റെ ഒരു കാലമാണ് ഇപ്പോൾ. അപ്പം നമ്മുടെ അറ്റ്ലസ് ജുവലേഴ്സിലും ലൈറ്റ് വെയ്റ്റിന്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. അതായത് 18 ക്യാരറ്റിലും അതുപോലെ തന്നെ തിന്നായിട്ടുള്ള നെക്ലേസും അങ്ങനെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സിൽവറിന്റെ 90.5 വരുന്ന ഏറ്റവും പുതിയ അടിപൊളി കളക്ഷൻസ്, അതായത് ചെയിൻസ്, ബാങ്കിൾ, അങ്ങനെ ഒട്ടനവധി കളക്ഷൻസും ലഭ്യമാണ്. അതുപോലെ തന്നെ വിവാഹ പാർട്ടികൾക്ക് ഒട്ടനവധി ആനുകൂല്യങ്ങളാണ് നമ്മുടെ അറ്റ്ലസ് ഷോപ്പിൽ ഒരുക്കിയിരിക്കുന്നത്.